Diego conmigo se va. Sus ojos son míos, eso no va a cambiar. Me quiere a mí, no portarte mal. No, 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 no. Diego conmigo se va. Sus ojos son míos, eso no va a cambiar. Me quiere a mí, no portarte mal. No, 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 no. ജെറി, ജയിക്കെന്തേ? ഞാനിവിടെ ഉണ്ട് ഏട്ടാ. എടാ, ഞാൻ ആ സ്റ്റീഫിന്റെ കളി ചോദിക്കാൻ പറ്റാ വന്നേ. ഏട്ടൻ വെറുതെ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഏട്ടൻ സ്റ്റീഫനെ ജയിക്കണ്ടില്ലേ ഏൽപ്പിച്ചേ. ഏട്ടൻ പറയാണ്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. എന്തായാലും സ്റ്റീഫിന്റെ കാലത്ത് ഞാൻ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അവനെ ഇന്ന് ജീവനോട് വെക്കണ്ട. അതൊക്കെ എത്രേ ഉള്ളൂ. ഏട്ടൻ പറഞ്ഞ പിന്നെ അവൻ ഈ ഭൂലോകം ഉണ്ടാവില്ല. നീയൊക്കെ എന്നെ കൊന്ന എന്റെ ചേട്ടൻ നിങ്ങളെയൊക്കെ വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? അച്ചടാ, ഞങ്ങളങ്ങ് പേടിച്ചു. കൂടുതൽ ഡയലോഗിന് വേണ്ട. നീയൊക്കെ ഇപ്പൊ എന്നെ കൊന്ന എന്റെ ചേട്ടൻ പറഞ്ഞോ, പിന്നെ നിന്റെ ഒന്ന് പൂട്ടിപ്പോലും കിട്ടില്ല. അത് നീ അങ്ങ് പോ. പുറകെ നിന്റെ ചേട്ടൻ ഞങ്ങൾ അയച്ചേക്കാം. ജയ്ക്ക്, നീ എന്താ ചെയ്യുന്നേ? ഓ, അപ്പൊ നിനക്കത്ര മനസ്സിലായില്ലേ? നിന്നെ പോലുള്ളവര് ഈ ഭൂമിക്ക് എന്നും ഒരു ഭാരമാവും. എന്തിനാ വെറുതെ ഭാരമൊക്കെ കൂട്ടുന്നേ? ജയ്ക്ക്, നീ എന്താ കാണിക്കുന്നേ? എന്നെ വെറുതെ വിട്. ടു ലേറ്റ്. നിനക്കുള്ളവര് എന്റെ നേരത്തെ പറഞ്ഞു. ജെറേട്ടാ, അവര് പറയാൻ കാണും. അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്റെ പൊന്നു ചെറിയേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കുക. ഏട്ടൻ ശബ്ദം കിട്ടാ അവരെല്ലാം എഴുതിട്ട് പോരും. എടാ പൊട്ട, ഇത് നമ്മുടെ വീടല്ലേ, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ കള്ളന്മാരെ പോലെ വരുന്നേ? എന്നാ ഏട്ടൻ നേരത്തെ കുറിച്ചില്ലേ, ഏടത്തെ പിടിക്കുമ്പോഴും ഇത് തന്നെ പറയണം. നിങ്ങളെല്ലാവരും മിണ്ടായിരിക്കാവോ? ഇങ്ങനെ ഒച്ചണ്ടാക്കൊണ്ടിരുന്ന അവരെല്ലാം പിഴിഞ്ഞു വരും. എങ്ങോട്ടാ നാരായണൻ കൂടെ? പിടിച്ചു. ഓ ഗോഡ്, എനിക്കിന് സമാധാനം പറയണമല്ലോ. ഡോണ്ട് വെറുതെ ചേട്ടാ, ഞാനുണ്ടല്ലോ, എല്ലാം ഇതിലും നോക്കിക്കോളാം. നിങ്ങളോടാ ചോദിച്ചത്, എവിടെ പോയിട്ട് വരൂ? അത് പിന്നെ ഏട്ടത്തി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നശിപ്പിച്ചു. ഇവനെന്താ പൊട്ടനാണോ? പാത്രത്തിൽ മീറ്റിംഗ് വെക്കോ? ഓ, മീറ്റിംഗ്. അത് ഈ പാതിരാത്രിക്ക്. അതാരാ ഈ പാതിരാത്രിക്ക് മീറ്റിംഗ് വെക്കണേ? അവു അത് പെട്ടെന്ന് അറേഞ്ച് ചെയ്തോണ്ടാ. പിന്നെ ഞങ്ങൾ 4 പേരില്ലാതെ എങ്ങനെയാ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തോ ഒരു കള്ളക്ഷം ഉണ്ടല്ലോ. സത്യം പറഞ്ഞു, എവിടെ പോയത് എല്ലാരും കൂടെ? അവു ഇത് ബിസിനസിന്റെ പുറത്തുള്ള കാര്യം, അപ്പൊ പിന്നെ കുറച്ച് ലേറ്റ് ആയി, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ നിങ്ങളെല്ലാം എന്തിനാ ഈ കള്ളമരത്തിൽ ഒളിച്ചു വിടുന്നത്?
സ്ട്രേറ്റ് ആയി വന്നാ പോരെ? അത് പിന്നെ നിങ്ങളത് ഉറങ്ങും ചേച്ചി. അതാ. മതി മതി, എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വാ. അപ്പോ നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നിന്നെ അന്വേഷണം അറിയാവോ? എന്താ ചായ, എന്തിനു വേണം? ഏയ് എനിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കാണാത്തോണ്ട് വന്ന് അന്വേഷണം വന്നാ. നീ എന്തെടുക്കും? ഞാനേ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. എന്താ ചായ, എന്താ ഇങ്ങനെ നോക്കുന്നേ? അതെന്താ, എന്റെ ഭാര്യയാണ്, ഞാൻ നോക്കിക്കൂടെ? എന്താന്ന് മനസ്സിലായില്ലേ? ഒന്ന് മാറിക്കേ, ആരെങ്കിലും വരും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഹലോ മമ്മി. ഓ സോറി ഡിയേഴ്സ്, ഞാൻ റോങ് ടേബിൾ എൻട്രി ചെയ്താൽ തോന്നല്ലോ. അത് പിന്നെ ആക്ച്വലി മോം, നിങ്ങളെല്ലാം സർപ്രൈസ് ചെയ്യാൻ പറ്റാ ഞാൻ അൺഎക്സ്പെക്ടഡ് നിങ്ങളോടൊന്നും പറയാതെ വന്നത്. പക്ഷേ ഇപ്പോ ഞാനാ സർപ്രൈസ് ചെയ്തത്. സോ യു മേ കണ്ടിന്യൂ. ഞാൻ പിന്നെ വരാം. പറഞ്ഞില്ലേ ആരെങ്കിലും വരുമെന്ന്? ഇപ്പൊ കണ്ടില്ലേ, അവൻ വന്ന് കണ്ടു. സോറി അപ്പു, അത് എനിക്കറിയായിരുന്നോ അവൻ ഇപ്പൊ കയറി വരുന്നു? ഓ ഇനി അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടാ മതിയല്ലോ. ഇച്ചയ എന്റെ കയ്യിൽ നിന്ന് വേണം വാങ്ങിച്ചു വിടും. ഇച്ച ഞാൻ പൊക്കെ, ഇനി അവൻ എന്ത് വിചാരിച്ചു കാണുന്നു എനിക്കറിയാൻ പാടാത്തെ. എങ്ങനെയുണ്ട്? ഇതൊക്കെ ചോദിക്കാനുണ്ടോ? എന്റെ ആ ഒരു കുപ്പി വിഷം ഉണ്ടാക്കിയിരുന്നാലും അതിനും അമൃതത്തിന്റെ ടേസ്റ്റാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലും നിന്നിട്ട് വേറെ ആരും കമന്റ് അടിക്കില്ല. ഹലോ ഡിയേഴ്സ്. ദാ ഇപ്പൊ വരുന്ന വഴിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പഠിത്തമൊക്കെ എങ്ങനെ പോന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? ചെറിയ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഉഴപ്പല്ലേ? ഡാഡ് എന്നെ ചെയ്യുന്നു, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പേടി എപ്പോഴും ഉണ്ടായാൽ മതി. നിന്റെ ഡാഡ് മാത്രമല്ല, ഞങ്ങൾ ചെറിയച്ചന്മാരോടെ ഉണ്ട്, അത് നീ മറക്കണ്ട. ചെറിയച്ച OMG, ഞാൻ എന്തായി കാണുന്നേ? ചെറിയമ്മ ഇവിടെയോ? ഇതപ്പോ പൊങ്ങി? ഞാൻ വന്നിട്ട് 2 ദിവസമായി. അതെന്തായാലും കൊള്ളാം. ചെറിയമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, എന്റെ ഒരു കുറിപ്പുണ്ടല്ലോ, അവള് വന്നില്ലേ? ഞാനവിടെ തന്നെ ഉണ്ടേ. ഞാൻ വരാണ്ട് ഇവരോട് വരും തോന്നുന്നുണ്ടോ? നീ ഇന്നലെ വിളിച്ച പോലും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. സോറി ചെറിയ, അത് പറഞ്ഞ അതിന്റെ ഒരു ത്രില്ല് പോയില്ലേ, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പറയാൻ നിർത്തേ. അല്ല, ദർശനം ചേച്ചി എന്തേ? ഞാൻ കിച്ചണിൽ വന്നപ്പോ
എന്താടാ? നിങ്ങളെല്ലാം ഇവിടെ എന്തെടുക്ക? മക്കളെല്ലാം വന്നിട്ടില്ലേ? അവർക്ക് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കുക. ആഹാ, നീ ഇവിടെ നിൽക്കായിരുന്നോ? നിനക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താണ് കാര്യം? വേറൊന്നുമല്ല, നിനക്കൊരു മാരേജ് പ്രപ്പോസൽ. എന്താ, നിനക്ക് ഓക്കെ ആണോ? ധ്രുവ, ചുമ്മാ കളിക്കല്ലേ. അതിന് ഞാൻ എന്താ കളിക്കുന്നേ? നീ അല്ലേ കളിക്കണ്ടേ? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ മോളോ? ഇതാ നോക്കു ധ്രുവ, എനിക്ക് അവളൊന്നും വേണ്ട. ഒന്നാമത്തെ കാര്യം അവർക്ക് എന്നെ കാണുന്നത് ഒളിപ്പിയിട്ടുള്ളതാ. ഇതൊന്നും എന്നെ കൂടെ പറ്റില്ല. ആ, എന്ത് ചെയ്യാനാ, നിന്റെ ഒരു വിധി. എന്തായാലും കുഴപ്പമില്ല, ഏട്ടൻ ഇത് ഉറപ്പിച്ച മട്ട. നിനക്കറിയില്ല ഏട്ടന്റെ കാര്യം. ഏട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞാലേ പിന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഓഹോ, എന്നിട്ട് ഞാൻ അങ്ങനെയല്ലോ അറിഞ്ഞത്. എടാ ചെറിയേട്ടാ, നീ കൊണ്ടതിന് ഇതാ നോക്ക്, എന്നെ കൊടുന്ന് പറ്റില്ല കേട്ടല്ലോ. എടാ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അവൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. എടാ ജയ്ക്ക്, സത്യം ഞാൻ പറഞ്ഞേ. അല്ലത്തൊരു ഞാൻ നിന്നോട് കൊള്ളാൻ പറയുന്നേ. അത് പിന്നെ ഞാനൊരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. എടാ ധ്രുവ, എനിക്ക് ദേഷ്യമൊന്നുണ്ടല്ലോ, പിന്നെ ഞാൻ അനിയൻ എന്ന കാര്യം ഞാൻ അങ്ങ് മറക്കും. അങ്ങനെ മറക്കാൻ വരട്ടെ, കല്യാണാലോചന ശരിയാ, പക്ഷെ അവൻ കുറച്ച് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ? ഇതൊക്കെ പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതി. ഇതാ പറഞ്ഞ ഒരു മനുഷ്യരുടെ ഉപകാരം ചെയ്യരുതെന്ന്. എടാ ധ്രുവ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. എടാ, എങ്ങനെയെങ്കിലും കല്യാണം മുടക്കത്തോടാ പ്ലീസ്. ഞാനിതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ പൊന്നു ജയിക്ക്, നീ ടെൻഷൻ അടിക്കണ്ട. ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ യെസോ നോ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡിയ നമ്മുടെ അച്ഛനോട് ചോദിച്ചാലോ? അതിന് നീ എന്തിനാ നോക്കി പഠിപ്പിക്കുന്നേ? ഇവിടെ നോക്ക്, അവർക്ക് ഈ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വെടിക്കുള്ള മരുന്ന് അവളെ കാണും. അത് ധ്രുവ പറഞ്ഞ ശരിയാ, കാരണം അവർക്ക് ഈ കല്യാണം മുടക്കി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സോ നിന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം, ഉറപ്പായിട്ട് അവളുടെ എന്തെങ്കിലും ഐഡിയ കാണും. എന്താ എന്നാ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു? മിയ, വേറൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. എന്താ ചെറിയേട്ടാ, ഇതൊക്കെ ചോദിക്കാനുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. മിയ, നിനക്ക് ചിക്കന്റെ കാര്യം എല്ലാം അറിയാലോ. ജീവിതകാലം മുഴുവൻ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടക്കാം. ഞങ്ങളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. അത് നീ ഇങ്ങോട്ടുണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആവൂ. ഏട്ടാ, എന്താ പറഞ്ഞത്? മാരേജോ? മാരേജ് തന്നെ. ഇതല്ലാണ്ട് വേറൊരു വഴിയും കാണുന്നില്ല. ഏട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടോ ജയിക്ക് ഇതിനെ സമ്മതിക്കുന്നത്? ഒരിക്കലും ഇല്ല. മിയ, അതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ ഈ ഒരു പ്ലാനില് നീ ഞങ്ങളുടെ കൂടെ വേണം. ഇതെന്റെ റിക്വസ്റ്റാ. ഏട്ടാ, ഏട്ടൻ അറിയാലോ എല്ലാ കാര്യവും. ഒരു ടൈമില് ഞാൻ ജയിക്കിനെ പുറകെ കണ്ടുള്ളതാ. പക്ഷെ ഇപ്പോഴും ജയിക്കിന് എന്നോട് വെറും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ. മിയ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും തന്റെ ഫിയാൻസിയോട് ഞങ്ങളെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഉറപ്പായിട്ടും തന്റെ ഫിയാൻസിക്ക് മനസ്സിലാവും. ആ, നിങ്ങൾ അവിടെ നിൽക്കാണോ? ഒരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. മാരേജ് പ്രപ്പോസലോ? ആർക്ക്? വേറെ ആർക്കാ? ഈ വീട്ടിൽ ആരാ കല്യാണം കഴിക്കത്തുള്ളേ? ജയിക്കല്ലേ? അവര് തന്നെ. ബെസ്റ്റ്. അല്ലെ തന്നെ ഈ കല്യാണത്തിന് ഏട്ട സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? ഇതാ ഇപ്പൊ കാര്യേ. ഉറപ്പായിട്ടും ആ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണും. അല്ലെ തന്നെ ബ്രേക്ക് പോവാണ്ടിരിക്കാനും തല വെക്കൂ. അല്ല, അപ്പൊ പെണ്ണാരാ? അല്ല,
അല്ലേ തന്നെ അവക്ക് ജെക്കിന് മേലെ നല്ലൊരു കണ്ണുണ്ട്. ഉറപ്പായിട്ടും ഇത് ആ പ്ലാൻ തന്നെയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ജേക്കേട്ടൻ എന്തായാലും ഈ കല്യാണം സമ്മതിക്കാൻ പോകുന്നില്ല. നീ ഇതാ നോക്കിയിരിക്ക, ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് വെക്ക്. ഇപ്പൊ ധ്രുവ വരും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഈ ഡീലൊന്ന് ഉറപ്പിക്കണം. അതൊക്കെ എനിക്കറിയാം. നീ വെറുതെ വായിട്ടടിച്ച് കുളവാക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ. Riego conmigo come se va. Se solo sei mio sono va a cambiare. Mi quiere meno portare a te, ma no. ഈ ദുഷിത്ത് എന്താ കാണിക്കുന്നേ? അവൻ പറഞ്ഞത് ധ്രുവനെ വിടുവല്ലേ, എന്നിട്ട് ജയിക്ക് അതിന് വന്നേക്കുന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ജയിക്ക് എന്താ ഇവിടെ? ദുഷിത് പറഞ്ഞത് ധ്രുവനെ വിടുന്നാണല്ലോ. ഓ അതെന്താ, ഇനി ധ്രുവ വന്നാലേ നിങ്ങൾ ഡീൽ സംസാരിക്കുള്ളൂന്നുണ്ടോ? ധ്രുവയ്ക്ക് കുറച്ച് അധികം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ വന്നു. എനി പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. നമുക്ക് ഡീൽ സംസാരിക്കാം. പിന്നെ ജയ്ക്ക്, ഈ ഡീൽ സക്സസ് ആയ നമ്മുടെ രണ്ടുപേരുടെ കമ്പനിക്കും പ്രോഫിറ്റ് തന്നെയാണ്. സോ തനിക്ക് ഈ ഡീൽ ഓക്കെ ആണല്ലോ അല്ലേ? കഴിഞ്ഞല്ലോ. സോ തനിക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞ ശേഷം ഇനി എന്റെ തീരുമാനം പറയാം. ഈ ഡീൽ ക്യാൻസൽ ചെയ്തേക്കും. ജയ്ക്ക്, താൻ എന്താ പറയുന്നേ? ഡീല് ക്യാൻസൽ ചെയ്യണോ? ഇത് എത്ര രൂപയുടെ ഡീലെന്നറിയാമോ? ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എനിക്ക് ഈ ഡീൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഇനി തനിക്ക് എന്റെ നോയ്ക്ക് വാല്യൂ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ തനിക്ക് ധ്രുവനെ കാണാം, ജെറേഡിനെ കാണാം, ദോഷനെ കാണാം. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ ഒരാളെ നോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ തന്നെയാണ്. സോ യു മേ ഗോ. ഇനി ഇതുമായിട്ട് പറഞ്ഞ് വെറുതെ ഞങ്ങളുടെ കമ്പനി കയറേണ്ട ഒരാവശ്യമില്ല. ജയ്ക്ക്,